ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഭാഗം 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ കുടയോളം ഭൂമി 4ാമത്തെ പാഠഭാഗമാണ് നമ്മുടെ കുടയോളം ഭൂമി. അതിൽ വരുന്ന മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. കുടയോളം ഭൂമി. അവിടെ എന്തൊക്കെ കാണാം? മരം കാണാം, മരത്തിലിരിക്കുന്ന കിളികളെ കാണാം, പാറക്കെട്ട് കാണാം, പുഴയെ കാണാം. ഭൂമി നമുക്ക് വായിച്ചാലോ. കാറ്റിനുണ്ട് ഇലയുടെയും കിളിയുടെയും മണം, പാറക്കെട്ടിലൂടെ കുത്തിയൊലിക്കുമ്പോൾ പുഴ ഒരു ഗായകനാകുന്നു. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യത്തിലാണ് കവിത അവസാനിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണമെന്താവാം? ചർച്ച ചെയ്യൂ. എന്താ പറയുന്നത് കവി? കാറ്റിനുണ്ട് എന്തൊക്കെ? ഇലയുടെയും കിളിയുടെയും മണമുണ്ട് നമ്മുടെ കാറ്റിന്. പാറക്കെട്ടിലൂടെ പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ ഒരു കളകളാരവം സൗണ്ട് കേൾക്കാൻ കഴിയുമല്ലേ, ഒരു നല്ല ശബ്ദം. അത് പുഴ അപ്പോൾ ഒരു ഗായകനായി മാറുന്നു എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഇപ്പോൾ പുഴയും മഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ ഇതൊക്കെ നാളെ ഉണ്ടാകുമോ? ഇനി അവർ തനിച്ചാവുമോ എന്ന് കവി ആശങ്കപ്പെടുന്നു. നമുക്ക് നോക്കാം. കവിതയുടെ ആശയം നമുക്കൊന്ന് എഴുതിയാലോ. മനുഷ്യന്റെ ഇടപെടൽ മൂലം പ്രകൃതിയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനുഷ്യന്റെ നിരന്തരമായ പ്രകൃതിയോടുള്ള ചൂഷണം മൂലം മഴയുടെ അളവ് കുറയുകയും പുഴകൾ വറ്റി വരളുകയും പക്ഷി മൃഗാദികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. മരങ്ങളില്ലാതായാൽ ഇലകളുടെയും കിളികളുടെയും മണം കാറ്റിൽ ഇല്ലാതാകും. പാറക്കെട്ടുകൾ ഇല്ലാതായാൽ പുഴയുടെ ഗാനം നിലയ്ക്കും. വനനശീകരണം, കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, മണൽ വാരൽ തുടങ്ങി പ്രകൃതി നശീകരണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്നു. അതോടെ ഒന്നിച്ചു തുഴയുന്ന മഴയും പുഴയും കാറ്റും മരവും കിളിയും എല്ലാം തനിച്ചാവാൻ സാധ്യതയുണ്ട്. ഭൂമിയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധവും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവുമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കാം. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴ എത്തിക്കഴിഞ്ഞല്ലോ. ഒരു കവിതയാണ് മഴ ചാറുമ്പോൾ. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. വെള്ളി തന്നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. എന്താണ് കവി പറയുന്നത്? ദൂരെ ദൂരെ കിഴക്ക് നിന്ന് വന്ന വാരിതങ്ങൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് ചിതറി നീങ്ങുകയാണ്. വെള്ളി തൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്നാണ് ഉപമിച്ചിരിക്കുന്നത്. വെള്ളി നേർത്ത കമ്പി പോലെ മഴ പെയ്യുന്നു. മെല്ലെ മെല്ലെ മഴ പെയ്യുന്നു. അടുത്ത വരി നോക്കിയേ. താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുകിലിൻ നുറുങ്ങുകൾ പോലെ, ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാൾകൾ. ഈ വരികളിലൂടെ കവി എന്താണ് വരച്ചിടുന്നത്? താഴെ വീണാൽ ആകൃതി മാറുന്ന തരത്തിലുള്ള കാർമുകിലിൻ നുറുങ്ങുകൾ പോലെ, കാർമുകിലിന്റെ ചെറിയ കഷ്ണങ്ങൾ പോലെ. നുറുങ്ങെന്നാൽ ചെറിയ കഷ്ണം എന്നാണ് അർത്ഥം. ചേറിളകിയ വയലിലെമ്പാടും ഞാറ് നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ എന്ന് പറഞ്ഞാൽ ചേറിളകി കിടക്കുന്ന വയലിൽ ഞാറ് നട്ടു നിൽക്കുന്ന പെണ്ണുങ്ങളെ എന്തിനോടാണ് കവി കണ്ടത്? താഴെ വീണാൽ ആകൃതി മാറുന്ന കാർമുകിലിന്റെ കഷ്ണങ്ങളായിട്ടാണ് കവി കണ്ടത്. അടുത്ത വരി നോക്കിയാലോ. ചേണിലുള്ളം കുളിർക്കയാലാണോ, ക്ഷീണമുള്ളതു മാറ്റുവാനാണോ, ഒത്തുചേർന്നവർ തങ്ങൾ തന്നോർമ്മയ്ക്കൊത്ത തേൻമൊഴിപ്പാട്ടു പാടുന്നു. നല്ലൊരീ മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലുമി പാട്ടും, ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നിതെന്തൊരുന്മാദം എന്നാണ് കവി വിവരിക്കുന്നത്. എന്താണ് കവി പറയുന്നത്? മഴ പെയ്ത് ഉള്ള മനസ്സ് കുളിർന്നിട്ടാണോ, അവരുടെ ക്ഷീണം മാറ്റുവാനാണോ അവർ എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. ഒത്തുചേർന്നവര് തേൻമൊഴി പാട്ട് പാടുന്നു. എന്താ? നല്ലൊരു മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലും ഈ പാട്ടും. ഈ മഴച്ചാറ്റലിലും ഈ കാറ്റിലും ഉള്ളിൽ നിന്ന് വരുന്ന ഈ പാട്ടും എല്ലാം കൂടി ഒരു ഉന്മാദാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മതിമറന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ആ പെണ്ണുങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് എഴുതിയതാരാണ്? തിരുനെല്ലൂർ കരുണാകരൻ. അദ്ദേഹത്തിന്റെ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്ന
കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഇത്. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. കവിത ചൊല്ലാം. കവിത ഈണത്തിൽ ഭാവാത്മകമായി ചൊല്ലി അവതരിപ്പിക്കുക, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. കവിതയ്ക്കൊപ്പം. ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ്, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നോക്കൂ, നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ചേണിലുള്ളം കുളിർക്കയാലാണോ, ക്ഷീണമുള്ളത് മാറ്റുവാനാണോ, ഒത്തുചേർന്നവർ തങ്ങൾ തന്നോർമ്മയ്ക്കൊത്ത തേൻമൊഴി പാട്ടുപാടുന്നു. ഇത് ഇഷ്ടപ്പെടാൻ കാരണം, ഈ വരികൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് വയലിൽ പണിയെടുക്കുന്നവരെ കാണാം. അതുപോലെ അവരുടെ ഒത്തൊരുമയും സ്നേഹവും സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെക്കുന്നത് വായനക്കാരുടെ മനസ്സിൽ പതിയുന്നു. അതുകൊണ്ടാണ് ഈ വരികൾ ഇഷ്ടപ്പെട്ടതെന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാവുന്നതാണ്. അടുത്ത് നോക്കിയേ, ചന്തമുള്ള ഭാഷ. വെള്ളിതൻ നേർത്ത കമ്പി, കാർമുകിലിൻ നുറുങ്ങ്, ഉള്ളിനുള്ളിൽ നിന്ന് ഒലുമിപ്പാട്ട് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ആശയവും ഭംഗിയും കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതണം. ആദ്യത്തെ ഏതാ? വെള്ളിതൻ നേർത്ത കമ്പി. ഈ വരികൾ മനോഹരമാണ്. നേർത്ത വെള്ളിക്കമ്പികൾ പോലെ മഴ പെയ്യുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. മഴത്തുള്ളികൾ പൊടിയുന്നതിനെ വെള്ളിക്കമ്പിയോട് ഉപമിച്ചിരിക്കുന്നു. ഈ വരികൾ വായിക്കുമ്പോൾ വെള്ളിക്കമ്പികൾ പോലെ മഴ പെയ്തിറങ്ങുന്നത് നമ്മുടെ മനസ്സിൽ തെളിയും. ചാറ്റൽ മഴ പെയ്യുന്നതിന്റെ മനോഹരമായ ദൃശ്യം കവി വാക്കുകൾ കൊണ്ട് വരച്ചിടുന്നു. അടുത്ത പ്രയോഗം, കാർമുകിലിൽ നുറുങ്ങ്. താഴെ വീണാൽ ആകൃതി മാറുന്ന കാർമേഘത്തിന്റെ തുണ്ടുകൾ പോലെ വയലിൽ പെണ്ണുങ്ങൾ ഞാറ് നട്ടുകൊണ്ട് നിൽക്കുന്നു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ആകാശത്ത് കാർമേഘത്തിന്റെ നുറുങ്ങുകൾ കാണുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കുന്ന ഒരാളിനെ പാടത്തു നിന്ന് ഞാറ് നടുന്ന സ്ത്രീകളെ തോന്നുന്നത്. ആകാശത്തെ പാടത്തോടും ഞാറ് നടുന്ന സ്ത്രീകളെ കാർമേഘത്തോടും കവി ഇവിടെ ഉപമിച്ചിരിക്കുന്നു. അടുത്ത പ്രയോഗം നോക്കാം. ഉള്ളിനുള്ളിൽ നിന്നോലുമി പാട്ട്. ഞാറ് നടന്ന സ്ത്രീകൾ മനോഹരമായ പാട്ടുകൾ പാടുന്നുണ്ട്. ഈ പാട്ടുകൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന ഈ പാട്ടിൽ അവരുടെ ജീവിതത്തിന്റെ ഈണവും താളവും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിനുള്ളിൽ നിന്ന് ഓലുമി പാട്ട് എന്നുള്ള പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? പിന്നെയും പിന്നെയും. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. ദൂരെ ദൂരെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ത്? ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തിയ അവ കവിതയ്ക്ക് നൽകുന്ന ഭംഗി ചർച്ച ചെയ്യൂ. ദൂരെ ദൂരെ എന്നതുകൊണ്ട് വളരെ ദൂരെ എന്നാണ് കവി അർത്ഥമാക്കുന്നത്. വളരെ ദൂരത്തു നിന്നാണ് കാർമേഘങ്ങൾ എത്തുന്നത്. ആ കാർമേഘങ്ങളാണ് മഴയായി പെയ്തിറങ്ങുന്നത്. മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ ചാറുന്നത് പതുക്കെയാണ്, വലിയ മഴ പെയ്യുന്നത് പോലെ അല്ല. അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ എന്ന പ്രയോഗം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ചാറ്റൽ മഴ പെയ്യുന്ന അനുഭവം മെല്ലെ മെല്ലെ എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെയാണ് കവി പാട്ടിന്റെ രൂപത്തിൽ പാടുന്നത്. അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ചു വരുന്ന സിനിമാ ഗാനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ, പാടി നോക്കൂ. BK ഹരിനാരായണൻ എഴുതിയ വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. ഈ വരികൾ കേട്ടിട്ടില്ലാത്ത ആരും തന്നെ കാണില്ല. ഇതുപോലെയുള്ള സിനിമാ ഗാനങ്ങൾ കുറച്ച് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാടി നോക്കാവുന്നതാണ്. പാടി നോക്കുമല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. വരമഴ വർണ്ണമഴ. കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ മഴച്ചിത്രങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ചു നോക്കൂ. വരച്ച ചിത്രങ്ങൾക്ക് കവിതയിലെ യോജിച്ച വരികളോ നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളോ അടിക്കുറിപ്പായി ചേർക്കുമല്ലോ. ടീച്ചർ ഇവിടെ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഈ മഴ ചാറ്റലും കാറ്റും ഉള്ളിൽ നിന്നോലുമി മഴപ്പാട്ടും. അത് നിങ്ങൾക്ക് നല്ലൊരു മഴച്ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതാം. അതുപോലെ ചേറിളകും വയലിലെമ്പാടും ഞാറ് നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ. അതെന്താ? വയലിലെ ഒരു ചിത്രം, പെണ്ണുങ്ങൾ ഞാറ് നടുന്ന ഒരു ചിത്രം വരച്ചിട്ട് ഇതവിടെ എഴുതാം. പിന്നെ വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. ഇതെന്താ? നിങ്ങളൊരു മഴ ചിത്രം വരച്ചിട്ട്, മഴ ഇങ്ങനെ പെയ്യുന്ന ചിത്രം വരച്ചിട്ട് അതിന് താഴെ ഇത് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുമല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മഴ അനുഭവം പലതല്ലേ, 2 മഴക്കാഴ്ചകൾ. മട്ടുപ്പാവിലിരുന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്. പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടുകൊടുക്കും മട്ടിൽ. തൊട്ടൊരു കൂരയിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്. പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടിയെണിക്കും മട്ടിൽ. ഇത് എഴുതിയതാരാ? ഈ ജിനൻ. എന്താണ് ഇതിന്റെ ആശയം? നമുക്കൊന്ന് നോക്കാം. 2 വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന കുട്ടികളാണ് മഴയെ നോക്കിക്കാണുന്നത്. ആദ്യത്തെ കുട്ടിയാണെങ്കിലോ, പണക്കാരനായ കുട്ടി മട്ടുപ്പാവില് വീടിന്റെ മുകളിലിരുന്ന് മഴ കാണുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടിയോ, പാവപ്പെട്ട കുട്ടി
ചോർന്നൊലിക്കുന്ന വീട്ടിലിരുന്ന് മഴ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആശയം ഒന്ന് എഴുതി നോക്കാം. രണ്ട് കുട്ടികളുടെ വ്യത്യസ്തമായ മഴ അനുഭവമാണ് കവി വരികളിലൂടെ വിവരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കുട്ടി തന്റെ വീടിന്റെ മട്ടുപ്പാവിലിരുന്നാണ് മഴ കാണുന്നത്. അവന് മഴ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. മഴ പെയ്യുമ്പോൾ പട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു കുടയുടെ പുറത്ത് പടപട കൊട്ടുന്നത് പോലെയാണ് അവന് അനുഭവപ്പെട്ടത്. എന്നാൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന കുട്ടിക്ക് മഴ ഭയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. ഞെട്ടലോടെയാണ് കുട്ടി മഴയെ കാണുന്നതെന്നാണ് കവി വിവരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ആ പൊട്ടി ചോർന്നൊലിക്കുന്ന വീടാണ്. അപ്പൊ മഴവെള്ളം കുട്ടിയുടെ ദേഹത്തും വീഴും. കുട്ടി എപ്പോഴും ഞെട്ടലോടെ ആയിരിക്കും മഴയെ നോക്കിക്കാണുന്നത്, അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ. മഴക്കവിതകൾ ചൊല്ലാം. അടുത്തുള്ള വായനശാലയിൽ നിന്ന് കൂടുതൽ മഴക്കവിതകൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ഒന്നിച്ചു ചേർന്ന് ചൊല്ലി രസിക്കുമല്ലോ. ഒരുപാട് മഴക്കവിതകൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ബാലാമണി അമ്മയുടെ ഒരു കവിതയാണ് ഇവിടെ എഴുതുന്നത്. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കില്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ, എന്തൊരാഘാതമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഴക്കവിതകൾ എഴുതി ചേർക്കാവുന്നതാണ്. നോക്കൂ. ആദ്യ മഴ മണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കണ്ടെത്തലുകൾ കുറിക്കൂ. വരണ്ടു കിടക്കുന്ന മണ്ണിലേക്ക് ആദ്യ മഴത്തുള്ളികൾ വീഴുന്ന കാഴ്ച കാണാൻ വളരെ രസമാണ്. മണ്ണിൽ വീഴുന്ന മഴത്തുള്ളികൾ പെട്ടെന്ന് കാണാതാവുകയും മഴത്തുള്ളികൾ വീണു മണ്ണ് ഉരുണ്ടുകൂടി മുത്തുപോലെ ആകുന്നതും നമുക്ക് കാണാം. മണ്ണിന്റെ ഗന്ധം എല്ലായിടത്തും പരക്കും. ചെടികളും മരങ്ങളും മഴയെ സന്തോഷത്തോടെ വരവേൽക്കുന്നതും കാണാം. മഴത്തുള്ളികൾ വീഴുമ്പോൾ ഇലകൾ ഇളകിയാടുന്നു. വെള്ളം മണ്ണിൽ ചാലുപോലെ ഒഴുകുന്നു. തവളകൾ പേക്രോം എന്ന് വിളിച്ച് സന്തോഷത്തോടെ ചാടുന്നു. ഉണങ്ങി വരണ്ട ഭൂമിയിൽ ആദ്യ മഴയ്ക്ക് ശേഷം പച്ചപ്പ് തിരികെ എത്തുന്നതും കാണാം. അപ്പോൾ നിങ്ങളുടെ മഴ അനുഭവം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മുടെ കുടയോളം ഭൂമി എന്ന യൂണിറ്റിന്റെ മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്